ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏകദേശം 1 year ആയി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ സിസ്റ്റർ, എന്താ പറയുക, അങ്ങനെയൊക്കെ പറയാവുന്ന ഒരാളാണ്. അപ്പം ചേച്ചീനെ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ആക്ച്വലി ചേച്ചി അയർലൻഡിൽ ഇപ്പോൾ ജസ്റ്റ് വന്നിട്ടിപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയത്താണ് ചേച്ചി അയർലൻഡിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ചേച്ചീനെ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year കൂടുതലായി ചേച്ചിയെ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചേച്ചീനെ ഒന്ന് മീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഫുള്ളി ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോ വാച്ച് മൈ വീഡിയോ. ഞാനിങ്ങനെ നേരത്തെ ബസ് സ്റ്റോപ്പിൽ വന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ പറയുക, 7:15 ഇവിടെ എത്തേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ 7:15 ആയി അയർലൻഡ് സമയം. ചേച്ചി ഡബ്ലിനിലാണ്. ചേച്ചി ഡബ്ലിനിൽ പോർട്ട് ലോയ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് ചേച്ചി ലിമറിക്കിലേക്ക് ഫസ്റ്റായിട്ട് വരുവാണ്. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചീനെ. അപ്പോൾ ബാക്കി ചേച്ചി വന്നു കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ചേച്ചിയുടെ ബസ് വന്നിട്ടുണ്ട്. Waiting for the Chechi's entry. അപ്പോൾ അങ്ങനെ ഓൾമോസ്റ്റ് 1 yearത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ലിമറിക് സിറ്റി വഴി ചുമ്മാ ഇങ്ങനെ അടിച്ചുപിടിച്ച് തേരപ്പാറ ഇങ്ങനെ നടന്നു. പിന്നെന്താ പറയുക, യാത്ര ചെയ്ത് വന്നാലും ചേച്ചി കുറച്ച് ടയേർഡായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് പ്രത്യേക പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എവിടോട്ടാണെന്നൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോവാണ്. എന്തായാലും ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി കഴിയുമ്പോൾ അറിയാം എന്താണ് സ്ഥിതി എന്നുള്ളത്. എന്നിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഇവിടെ നമ്മൾ വീട് ഷിഫ്റ്റിംഗ് നടത്തുവാണ്. അപ്പൊ ഇവരുടെ വീട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വാട്ടർഫോൾ പോകാനാണ് പ്ലാൻ. മലയാളിക്കടയിൽ പോലും കാണത്തില്ല ഇത്രയും വലിയ മുളകൊക്കെ. അല്ല, ഐ മീൻ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് മുളകുകൾ നാട്ടിൽ നിന്ന് ഒരു പാവങ്ങൾ വരുത്തിച്ചതാന്നൊക്കെയാണ് പറയുന്നത്. പാവം. അങ്ങനെ ഞങ്ങൾ ഒരു വണ്ടി നിറയെ സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. അടുത്ത വണ്ടിയിലും നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇതാണ് വിജയുടെ ഒക്കെ വണ്ടി. അപ്പം വിജയും കൃതികയും കൂടെ അതിൽ വരും. ബാക്കി ഞങ്ങളപ്പോൾ മറ്റു വണ്ടിയിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിജയ് ചേട്ടൻ. ആൻഡ് ദിസ് ഇസ് കൃതിക. അടുത്ത് എവിടെ പോകണം എന്നുള്ള കൂലങ്കക്ഷമായ തപ്പലിലാണ് നമ്മുടെ ഡോക്ടർ ഡോൺ. എന്താ പറയുക, ഭയങ്കര ബിസിയാണ് ആള്. ഡോക്ടർ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ എല്ലാവിധ തിരക്കുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ലഗേജുകളുടെ ഇടയിൽ എവിടെയോ ഒളിഞ്ഞ് മരീച്ചേച്ചി ഇരിപ്പുണ്ട്. മരീച്ചേച്ചി ഏതാ ലഗേജ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണിത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അയർലൻഡ് വീഡിയോയിലും നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ പച്ചപ്പും ഹരിതാപവും ഇവിടെ പിന്നെയും നമ്മളെയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സമ്മർ ആയതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ നമുക്ക് കാണാം. അപ്പോഴാണ് നമ്മളിങ്ങനെ പോണ വഴിക്ക് 2 പേരെ മീറ്റ് ചെയ്തത്. ഇവരിങ്ങനെ 45 days ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവർ ഭയങ്കര ട്രാവലേഴ്സ് ആട്ടോ. അപ്പോൾ ഇവർ പിറ്റേ ദിവസം അവരുടെ FBയിൽ നമ്മൾ ടാഗൊക്കെ ചെയ്തിരുന്നു. അപ്പം നമ്മളിവിടെ ലഘുഭക്ഷണത്തിനായിട്ട് നിർത്തിയേക്കാണ്. ഡോക്ടർ ഡോൺ ഇവിടെ അപാര പോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരീചേച്ചി അടുത്ത പോളിംഗ് നടത്തുന്നുണ്ട്. ഞാൻ പാവൻ്റെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. വയ്യാത്ത കുട്ടിയാണ്, കുറച്ച് സമയം എടുക്കും കഴിക്കാൻ. കണ്ടോ, സൂപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന പാവം. എനിക്ക് റാപ്പറൊക്കെ കഴിക്കാൻ മേലാത്തതിനാൽ എനിക്കാണെങ്കിൽ ആ റാപ്പറൊക്കെ കഴിക്കാൻ തരാത്ത കാരണം പാവം ഒരാളിവിടെ എനിക്ക് സൂപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
സൂപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട്. എത്ര മനോഹരമായ ആചാരങ്ങൾ. ഇപ്പം നമ്മൾ കൗണ്ടി ടിപ്പററിയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ നമുക്ക് പോകാനുണ്ട്. അപ്പം കൗണ്ടി ടിപ്പററിയുടെ കുറച്ച് വ്യൂസാണ് ഇതൊക്കെ. ഇതെല്ലാം ടിപ്പററിയാണ് കേട്ടോ. Loading and unloading. Exploring waterfall. Idea പാറ്. എന്താ മാതിരി പ്ലേസ് വേണോ? എന്താ മാതിരി പ്ലേസ് ആണെങ്കിലും കുഴപ്പമില്ല. എത്ര മണിക്ക് ഡിന്നർ? ഡിന്നർ ഇല്ല, നമുക്ക് 9 മണിയാകുമ്പോൾ എടുത്തുന്നാ മതി. നിമിഷം റെഡി. പ്രായത്തിലാർക്കാ ഇത് തോന്നുന്നു? വലിയേട്ടൻ അങ്കിൾ. അതെ, മാമ. എനിക്ക് ആകെ മുത്തുമണി 28. നല്ല நாங்க லேண்ட் ஆயிட்டோம், நீங்க என்ன ஆகல.